മാർപ്പാപ്പ രാഷ്ട്രീയം പറയാൻ പാടുണ്ടോ? മാർപ്പാപ്പ മതം പഠിപ്പിച്ചാൽ മതി, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരണ്ട എന്ന ഉപദേശമാണ് ട്രംപിനെ പോലെയുള്ളവർ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് രാഷ്ട്രീയത്തെയും ധാർമ്മികതയും പൂർണ്ണമായും വേർതിരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിലും ധാർമ്മികതയുണ്ട്. പലപ്പോഴും രാഷ്ട്രീയവും ധാർമ്മികതയും ഓവർലാപ്ഡാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന തർക്കത്തിനപ്പുറം നിരപരാധികളുടെ രക്തം ചിന്തപ്പെടുമ്പോൾ അവിടെ വലിയൊരു ധാർമ്മിക പ്രശ്നമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഇത്തരം രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മാർപ്പാപ്പ ഇടപെടുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും പ്രതികരണങ്ങളും തിരിച്ചുമുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ മാർപ്പാപ്പയുടെ ഇത്തരം നിലപാടുകളോട് നമുക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിലൊന്നും ഇൻഫാലിബിലിറ്റിയുടെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഒരു കത്തോലിക്കൻ എന്ന നിലയിൽ എൻ്റെ പ്രതികരണങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഒരു മിതത്വം പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ ഒരു മിതത്വം കത്തോലിക്ക ഇതര വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ ട്രംപിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ 20% കത്തോലിക്കർ വരുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരിൽ നല്ലൊരു ശതമാനം കത്തോലിക്കരുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ തലവനെതിരെ ഇത്തരം ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഗുണകരമാകില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് അപകടകരമാണ് എന്നാണ് എനിക്ക് ട്രംപിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. രാഷ്ട്രീയവും മതവും തമ്മിൽ ആരോഗ്യകരമായ അകലം പാലിക്കേണ്ടതുണ്ടെങ്കിലും ഒരു പരിധിവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങളും നല്ലതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്ന ചർച്ചകളും എപ്പോഴും ജനാധിപത്യപരമായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ അടിസ്ഥാനപരമായി രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നയരൂപീകരണവും നിയമനിർമ്മാണവും ഒക്കെ നിർവഹിക്കേണ്ടത് അവരാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ധാർമ്മികമായ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനം. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കാനായി കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചും ആ ലക്ഷ്യത്തിലേക്കായി ആണവായുധങ്ങൾ നിർമ്മിച്ചും പ്രോക്സികളിലൂടെ ആക്രമണങ്ങൾ നടത്തിയും ഇറാൻ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ തൻ്റെ ജനതയുടെ നിലനിൽപ്പിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നത് ഏതൊരു ഭരണാധികാരിയുടെയും കർത്തവ്യമാണ് എന്നതാണ് എൻ്റെ നിലപാട്.